The teacher asked the high caste boys and girls to collect the leftovers on a piece of paper and give it to us. ടീച്ചർ ആ സമയത്ത് വരേണ്യ വിഭാഗക്കാരായിട്ടുള്ള കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു, ബാക്കി വന്ന ഭക്ഷണമൊക്കെ തീർച്ചയായിട്ടും ഒരു പേപ്പറിൽ പൊതിഞ്ഞെടുക്കാൻ പറഞ്ഞു, എന്നിട്ട് ഞങ്ങൾക്ക് തരാൻ പറഞ്ഞു. I and Pasha carried the bundle of leftover food on the way back. ഞാനും പാർഷ്യയും കൂടിയാണ് ബാക്കി വന്ന ഭക്ഷണത്തിൻ്റെ ആ പൊതി തിരിച്ചു പോയപ്പോൾ എടുത്ത് നടന്നത്. The high caste boys and girls were laughing and joking. വരേണ്യ വിഭാഗക്കാരായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ചിരിച്ചുകൊണ്ടും തമാശ പറഞ്ഞുകൊണ്ടും പോരുന്നുണ്ട്. But our whole attention was on the bundle. പക്ഷെ ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ആ ഭക്ഷണപ്പൊതിമയ്ക്കായിരുന്നു. Malya carried a bundle of bakri on his head and we, the Mahar boys, followed him excitedly like hungry vultures. മല്യ ജവാർ ബക്കറിയുടെ ആ പൊതി തലയിൽ ഏറ്റിക്കൊണ്ടാണ് പോരുന്നത്. മറ്റുള്ള മഹർ വിഭാഗത്തിലുള്ള മറ്റുള്ള കുട്ടികൾ, അതായത് ഞാനുണ്ട്, അങ്ങനെ ഞങ്ങൾ അവരുടെ പിന്നാലെ പോവുകയാണ്. വിശന്നു വലഞ്ഞ കഴുകന്മാർ ഇരയെ കണ്ടതുപോലെ അല്ലെങ്കിൽ ഭക്ഷണം കണ്ടതുപോലെ അത്തരമൊരു ഭാവത്തോടു കൂടിയായിരുന്നു ഞങ്ങൾ പിന്നാലെ പോയത്. ഭക്ഷണപ്പൊതിയുടെ പിന്നാലെ പോയത്. ലാസ്റ്റ് വി ഗാദർഡ് ഇൻ ഗിർമാലിയാസ് ഫാം. അവസാനം ഞങ്ങൾ ഗിർമാലിയുടെ തോട്ടത്തിലെത്തി. ആൻഡ് ഓപ്പൺ ദ ബണ്ടിൽ. അങ്ങനെ ബണ്ടിൽ തുറന്നു. ഇറ്റ് കണ്ടെയ്ൻഡ് ക്രംസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫുഡ് ആൻഡ് ദെയർ സ്പൈസി സ്മെൽ ഫിൽ ദ എയർ. അതിൽ വ്യത്യസ്ത ഭക്ഷണങ്ങളുടെ പൊട്ടും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ നറുമണം ആ വായുവിൽ അലതല്ലി. We squatted in a circle and stuffed the ourselves greedily. ഞങ്ങൾ വട്ടമായിട്ടിരുന്നു. അങ്ങനെ ആർത്തിയോടുകൂടി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. We had never tasted food like that before. അത്തരത്തിലുള്ള ഒരു ഭക്ഷണം ഒരിക്കലും ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല മുമ്പ്. We were all really gluttonous. ഞങ്ങളെല്ലാവരും ആർത്തിയോടുകൂടി തീർച്ചയായിട്ടും ഭക്ഷണം കഴിച്ചു. Our stomachs were as greedy as beggars' sack. ഞങ്ങളുടെ വയറൊക്കെ തീർച്ചയായിട്ടും ആർത്തിയോടുകൂടിയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ഒരു യാചകൻ്റെ പാത്രം പോലെയായിരുന്നു എൻ്റെ വയറ്. എത്ര കിട്ടിയാലും തികയാത്ത അവസ്ഥയായിരുന്നു. When I got home, I told my mother all this. ഞാൻ വീട്ടിലേക്ക് എത്തിയ സമയത്ത് എൻ്റെ അമ്മയോട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. Like the victim of a famine, she said, why didn't you get at least a small portion of it for me? അങ്ങനെ ഒരു സുപരിചിത ഭാവത്തോടു കൂടി അമ്മ എന്നോട് പറഞ്ഞു, why didn't you get at least a small portion of it? A small portion of it for me.
എന്തേ നീ ആ ഭക്ഷണത്തിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും എനിക്ക് കൊണ്ടുവരാതിരുന്നത്? ലെഫ്റ്റ് ഓവർ ഫുഡ് ഈസ് നെക്ടർ. ബാക്കിയുള്ള ഭക്ഷണം തീർച്ചയായിട്ടും അമൃതിന് തുല്യമാണ് എന്ന് പറയാണ് അമ്മ. ഹെർ വേർഡ്സ് മെയ്ഡ് ഗിർമാലിയാസ് ഫാം ക്യുവർ ഇൻ മൈ സ്റ്റൊമക്ക്. അമ്മയുടെ വാക്കുകൾ തീർച്ചയായിട്ടും ഗിർമാലിയാസ് ഫാം ക്യുവർ ഇൻ മൈ സ്റ്റൊമക്ക്. എൻ്റെ വയറിൻ്റെ ഉള്ളിൽ ഗിർമാലിയയുടെ തോട്ടം കിടന്ന് പൊട്ടിപ്പിളർന്ന് ഭൂകമ്പമുണ്ടാകുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ വയറിൻ്റെ ഉള്ളിൽ ഗിർമാലിയയുടെ ആ ഫാമുണ്ട്. അത് പൊട്ടിപ്പിളർന്ന് ഭൂകമ്പം പോലെ പൊട്ടിപ്പിളർന്ന് വലിയ ചലനം സൃഷ്ടിക്കുന്നത് പോലെ അത്തരത്തിലുള്ള ഒരു അനുഭവം ഈ കുട്ടിക്കുണ്ടായി. അതായത് ഈ കുട്ടി എന്തായി, ഈ കുട്ടിയാകെ ഞെട്ടിത്തരിച്ചു പോയി എന്നാണ് പറയുന്നത്. When I went to school the next day, the teacher had already asked the boys and girls to write an essay on the picnic. ഞാൻ അടുത്ത ദിവസം സ്കൂളിലേക്ക് പോയപ്പോൾ ടീച്ചർ അവിടെയുള്ള കുട്ടികളോട് ആദ്യം തന്നെ നമ്മുടെ വിനോദയാത്രയെക്കുറിച്ചിട്ടൊരു ഉപന്യാസം എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. The students of the 7th form in particular were busy writing the essay. പ്രത്യേകിച്ചും 7ാം ഫോമിലുള്ള കുട്ടികൾ എസ്സേ എഴുതുന്ന തിരക്കിലായിരുന്നു. Although I was only in the 3rd form, the teacher had asked us also to write. ഞാൻ 3rd ഫോമിലാണെങ്കിലും ശരി, ടീച്ചർ എന്നോടും എഴുതാൻ പറഞ്ഞിരുന്നു. Both the classes were run in the same room. 2 ക്ലാസ്സുകളും ഒരൊറ്റ റൂമിൽ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ 2 ക്ലാസ്സും കൂടി ഒരുമിപ്പിച്ചിരുന്നു ആ സമയത്ത്. അപ്പോൾ എന്തെങ്കിലും പ്രത്യേക കാരണം കൊണ്ട് ആയിരിക്കാം 2 ക്ലാസ്സും ഒരുമിച്ചായിരുന്നു ഇരുത്തിയിരുന്നത് ആ സമയത്ത്. While the senior boys and girls rode swiftly, I sat worrying. അവിടെ മുതിർന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ വേഗത്തിൽ എഴുതിയ സമയത്ത് ഞാനാകെ വിഷമിച്ചിരുന്നു. When the teacher noticed me apparently doing nothing, he grew annoyed and shouted. ടീച്ചർ ഇത് കണ്ട സമയത്ത് ഞാനൊന്നും എഴുതാതിരിക്കല്ലേ, അപ്പോൾ ആകെ ദേഷ്യത്തിൽ പുകഞ്ഞ ടീച്ചർ എന്നോട് അച്ചട്ടു. You son of a bitch, come on, start writing. ബിച്ച് പറഞ്ഞ ഡോഗ് എന്നുള്ള അർത്ഥമാണ്. അതായത് ഫീമെയിൽ ഡോഗാണ്, പട്ടി എന്നാണ് വരുന്നത്. അപ്പോൾ ബിച്ചിൻ്റെ മോനെ എന്ന് പറയാണ്. ഇത്രയും പെട്ടെന്ന് എഴുത് എന്ന് പറഞ്ഞ് എന്നോട് ചീത്ത പറഞ്ഞു. നമ്മുടെ ടീച്ചർ, യു ലൈക്ക് ഈറ്റിംഗ് ആൻ ഓക്സ് ഡോണ്ട് യു? നിനക്ക് കണ്ണി കണ്ട കാളയും കാലികളൊക്കെ തിന്നാൻ പറ്റൂലേ അല്ലേ എന്ന് ചോദിച്ചു. ഐ പിക്ക്ഡ് അപ്പ് മൈ സ്ലേറ്റ് ആൻഡ് പെൻസിൽ. അങ്ങനെ ഞാൻ എൻ്റെ സ്ലേറ്റും പെൻസിലും എടുത്തിട്ട്
എഴുതാൻ ആരംഭിക്കുകയാണ്. Spat on the slate, smeared it and wiped the slate with my shirt. അങ്ങനെ സ്ലൈറ്റിലേക്ക് തുപ്പലാക്കി അതിങ്ങനെ എല്ലായിടത്തും കൂടി ആക്കി അങ്ങനെ ഷർട്ടിൻ്റെ ഒരു ഭാഗം കൊണ്ട് ആ സ്ലേറ്റ് തുടക്കുകയാണ്. which was already dirty having been used like this so many times before. അപ്പോൾ ഷർട്ടൊക്കെ ആകപ്പാടെ മുഷിഞ്ഞിരുന്നു, കാരണം ഇതുപോലെ പല സമയത്തും ഞാൻ സ്ലൈറ്റ് ഷർട്ടിൻ്റെ തുമ്പ് കൊണ്ട് തുടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഷർട്ട് കൂടെ ആകപ്പാടെ ഈ പൊടിയൊക്കെ ആയിട്ട് ആകപ്പാടെ മുഷിഞ്ഞിരുന്നു. I kept thinking of how we are squatted in a circle under a tree. ഞാൻ ആലോചിച്ചു കൊണ്ടിരുന്നു എങ്ങനെയാണ് ഞങ്ങൾ വട്ടത്തിൽ മരത്തിൻ്റെ ചുവട്ടിൽ ആ കാട്ടിലിരുന്നതെന്നും ഭക്ഷണം കഴിച്ചതെന്നും. I remembered the hands of high caste boys and girls offering us their leftovers. പിന്നെ വരേണ്യ വിഭാഗക്കാരായിട്ടുള്ള കുട്ടികൾ ഞങ്ങൾക്ക് ബാക്കി വന്ന ഭക്ഷണം തന്ന സമയത്ത് ഞങ്ങളെ തൊടാതെ തന്നതും. ഇതെല്ലാം ഞാനിങ്ങനെ ചിന്തിച്ചു. The withered tree in whose shade we sat. പിന്നെ ഞങ്ങളിരുന്ന മരത്തിൻ്റെ ആ അവസ്ഥയും ഉണങ്ങി വരേണ്ട അവസ്ഥയും. The bundle of leftovers, ബാക്കി വന്ന ഭക്ഷണപ്പൊതിയും. The question my mother had asked, എൻ്റെ അമ്മ എന്നോട് ചോദിച്ച ചോദ്യവും. And the teacher called me a son of bitch. The teacher called me a son of a bitch. പിന്നെ ടീച്ചർ എന്നെ സൺ ഓഫ് എ ബിച്ച് എന്ന് വിളിച്ചതും. ആൻഡ് എ ബീഫ് ഈറ്റർ, കാലികളെ ഇറച്ചി ഭക്ഷിക്കുന്നവനെ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചതും. ഇതെല്ലാം ഞാൻ ഇങ്ങനെ ആലോചിച്ചു. How should I start writing the essay my teacher had asked for? ടീച്ചർ എന്നോട് എഴുതാൻ പറഞ്ഞിട്ടുള്ള ആ എസ്സേ ഞാൻ എങ്ങനെയാണ് എഴുതാൻ ആരംഭിക്കേണ്ടത്? അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ദളിത് വിഭാഗത്തിന് നേരെ ഇത്രയും വലിയ അധിക്ഷേപ രീതികളായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇപ്പോഴും ഉണ്ട്, തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ദുരവസ്ഥ ആയിരുന്നു ഉള്ളത്. ഈ കുട്ടിയെ എഴുതാൻ അറിയാനിട്ടല്ല, പക്ഷേ ഉള്ളത് മുഴുവൻ ഇങ്ങനത്തെ ദുരനുഭവങ്ങളാണ്. അപ്പോൾ ഈ കുട്ടിക്ക് എഴുതാൻ വാക്കുകൾ കിട്ടിയില്ല. ഇത്രയും കയ്പേറിയ അനുഭവങ്ങളായിരുന്നു അവർക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്നത്. ഇത്രയുമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്തരം മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വിഭാഗത്തിന് നേരെയുള്ള അതിക്രമങ്ങളെ നമ്മൾ ചെറുക്കണം. അവരെ നമ്മൾ നമുക്കൊപ്പം ചേർത്ത് നിർത്തണം എന്നാണ് ഈ കഥയിലൂടെ പറയുന്നത്.